എടാ പോടാന്ന് വിളിക്കാൻ പറ്റാണ്ട് നീ ആരാ ജഡ്ജിയോ? എടാ പാടാ നിന്നെ വിളിക്കാൻ പാടില്ലേ? എന്താ എടാ പോടാ, നിന്നെ എടാന്ന് വിളിക്കൂടാ, നിന്നെ എടാന്ന് വിളിക്കും. കള്ളന്മാരെ എടാന്ന് വിളിക്കും, കള്ളത്തരം പറയുന്നവരെ എടാ പോടാന്ന് വിളിക്കും. അതിനെന്താ നിനക്ക് റെസ്പെക്ട് ചെയ്യണമെന്ന്? എന്താ പീനൽ കോഡിലുണ്ട്, ഇന്ത്യൻ പീനൽ കോഡിലുണ്ട് നിന്നെ റെസ്പെക്ട് ചെയ്യണമെന്ന്. അഖിൽ മാരാർ പറയുന്നത് ഞാൻ അനീസിന് വേണ്ടി വോട്ട് ചോദിച്ചത് പൈസ വാങ്ങിയിട്ടാണ് പറയുന്നത്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്നത്? അഖിൽ മാരാർ, നിങ്ങളോട് എനിക്കൊരു റെസ്പെക്ട് ഉണ്ടായിരുന്നു. നിങ്ങളൊരു ജെനുവിൻ മനുഷ്യനാണ് ഞാൻ വിചാരിച്ചു. ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തത് അങ്ങനെ. ഇനി അതില്ല, മനസ്സിലാ? പച്ച കള്ളം വന്നിട്ട് വെറുതെ നിങ്ങളെ ഫീൽഡ് ഔട്ട് ആകുന്നതിന് ഈ തൊപ്പിന്റെ നെഞ്ചത്തോട്ട് എന്തിനാണ് കയറുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് അനുമോളിന് PR എടുക്കണമെങ്കിൽ PR എടുത്തോ. ഇനി ഞാൻ പൈസ വാങ്ങിയിട്ട് ചെയ്യുന്നത് എങ്ങനെ നിങ്ങൾ പറയാൻ പറ്റും? അതിനൊരു തെളിവ് കാണിക്കാൻ പറ്റുമോ? ഒരു തെളിവ് ഞാൻ ഈ പരിപാടി നിർത്തിയിട്ടോ ഇതുവരെ 10 പൈസ PR വേണ്ടി ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് വോട്ട് വെച്ചിട്ട് 10 പൈസ ഞാൻ വാങ്ങിയിട്ടില്ല. ഓക്കെ, അത് തെളിയിക്കാൻ പറ്റുവാണെങ്കിൽ പ്രൂഫ് അടക്കം വീഡിയോ ഉണ്ട്. അല്ലാണ്ട് വെറുതെ വന്നിട്ട് എന്തെങ്കിലും എല്ലാം കൊടുക്കല സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു തെളിവില്ലാണ്ട് വെറുതെ ഇങ്ങനെ തൊപ്പി പൈസ വാങ്ങിയിട്ട് എങ്ങനെ നിങ്ങൾ പറയല്? നിങ്ങളൊരു ജെനുവിൻ മനുഷ്യനാന്ന് വെച്ചാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്തത്. ഇനി അതില്ല മോനെ, ഞാൻ കാര്യമല്ല. വൃത്തിയായിട്ട സ്വഭാവം പച്ചക്കള്ളം വന്നിട്ട് വെറുതെ വന്നിട്ട് പറയാം. ഇന്ന് ഗ്രാൻഡ് ഫിനാലെ ഡേ ആണ്. അതായത് ബിഗ് ബോസ് 7ന്റെ ഗ്രാൻഡ് ഫിനാലെയാണ്. ഇത്രയും ദിവസം ഉറ്റുനോക്കിക്കൊണ്ടുവന്ന ആ ഒരു ഫിനാലെ ഡേ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം അതിന്റെ ഒരു വോട്ടിംഗ് ഡേ ലാസ്റ്റ് ആയിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ വോട്ടിംഗ് ഒക്കെ അവസാനിച്ച് കപ്പ് ആരടിക്കുമെന്നുള്ള കാര്യം ഇന്ന് നമുക്ക് അറിയാൻ സാധിക്കും. എന്നാൽ ഈ ഒരു വോട്ടിംഗ് കഴിഞ്ഞ ദിവസം അവസാനിച്ചെങ്കിലും ഈ ഒരു വോട്ടിങ്ങിനെ ചൊല്ലിയുള്ള അടി, അല്ലെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്നതിനെ ചൊല്ലിയുള്ള ആ ഒരു അടി ഇതുവരെ തീർന്നിട്ടില്ല. നമുക്കറിയാലോ, ഒന്നാതെ BB ഹൗസിനകത്ത് പൊരിഞ്ഞ അടി നടക്കുകയാണല്ലേ. മറ്റേ റീ എൻട്രി ചെയ്ത കണ്ടസ്റ്റന്റുകൾ വന്നതിന് ശേഷമുള്ള ഒരു സംഭവ ബഹുലം തന്നെയായിരുന്നു ആ ഒരു BB ഹൗസിൽ അരങ്ങിയത്. അതുപോലെ തന്നെ പുറത്തു ഇപ്പോൾ അടിയാണ്. അത് മറ്റാരുമല്ല, അഖിൽ മാരാരും അതുപോലെ തൊപ്പി, അവർ തമ്മിലാണ് ഇപ്പോൾ പൊരിഞ്ഞ അടി നടക്കുന്നത്. കഴിഞ്ഞ ദിവസം തൊപ്പിയുടെ ലൈവില് മാരാറുമായിട്ട് വൻ സംസാരം നടന്നു. ആ ഒരു സംസാരം മാത്രമല്ല, മാരാർ തൊപ്പിയുടെ തന്തയ്ക്ക് വരെ വിളിച്ചു. എന്തായാലും ഈ ഒരു സംഭവ ബഹുലമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ നടന്നു. അപ്പൊ ഈ ഒരു അടി എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? അതായത് തൊപ്പി അനീഷിന് വേണ്ടിയിട്ട് വോട്ട് അഭ്യർത്ഥിച്ച് വന്നിടം തൊട്ടാണ് ഈ ഒരു സംഭവം സ്റ്റാർട്ട് ആകുന്നത്. ഷാനവാസ് 8%, അനുമോൾ 19%, അക്ബർ 25%. Let's go! Guys, everybody, right now, everybody. എല്ലാരും ഗൈസ്, ഇത് PR ഒന്നുമല്ല. 10 പൈസ PR വാങ്ങിയിട്ട് ചെയ്യുന്നതല്ല ഗൈസ്. എല്ലാരും അനീഷിന് പോയിട്ട് വോട്ട് ചെയ്യണം. ഓക്കെ, ഈക്വൽ അനീഷ് തൂക്കണം, കപ്പ് അനീഷ് തൂക്കണം. ഓക്കെ, എല്ലാരും ഇതിൽ വോട്ട് ചെയ്തവരും ഇതിൽ സ്പാം ചെയ്തവരും കമന്റിൽ ഇടുന്നവരും ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു ഇവിടെ വന്നിട്ട് ടൈപ്പ് ചെയ്തിട്ട് കാര്യമില്ല. ഇത് സാധനം റിസൾട്ട് ഉണ്ടാണെങ്കിൽ പോയി വോട്ട് ചെയ്യും. എല്ലാവരും അനീഷിന് പോയിട്ട് ഇവിടെ വോട്ട് ചെയ്യാനല്ല കേട്ടോ, ഈ ചാറ്റിൽ വോട്ട് ചെയ്യാനല്ല. പോയിട്ട് ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്തിട്ട് ഹോട്ട്സ്റ്റാറിൽ ബിഗ് ബോസ് എടുത്തിട്ട് ബിഗ് ബോസിൽ വോട്ടിംഗ് ഓപ്ഷനിൽ ഇതാ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഹോട്ട്സ്റ്റാർ തുറക്കുക. ഹോട്ട്സ്റ്റാർ തുറന്നിട്ട് ഇതാ ബിഗ് ബോസ് എടുക്കുക. ബിഗ് ബോസിൽ വോട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. വോട്ട് എടുക്കുക, ആ ന്യൂസിന് വോട്ട് ചെയ്യാം. ഡൺ, ഇത്രേ ഉള്ളൂ. ഓക്കെ, എവരിബഡി എവരിബഡി കം ഓൺ. എന്തായാലും ഇവിടെ തൊപ്പി വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എങ്ങനെയാണ് അനീഷിനെ ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് വോട്ട് ചെയ്യുന്നതെന്ന് അടക്കമാണ് കാണിച്ചു കൊടുത്തത്. വളരെ വ്യക്തമായിട്ട് തന്നെയായിരുന്നു തൊപ്പി ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ അനീഷിന് വേണ്ടിയിട്ട് വോട്ട് അഭ്യർത്ഥിച്ചതും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോയി സ്റ്റോറി ഇട്ടതൊക്കെയാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ വലിയ പ്രശ്നമായത്. വീഡിയോ കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് അഖിൽ മാരാർ ലൈവിൽ വന്നത്. അഖിൽ മാരാരുടെ ലൈവിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. അക്ബറിന്റെ ആൾക്കാരുടെ ഭാഗത്തു നിന്നും ശക്തമായ PR ഗ്രൂപ്പുകളുണ്ട്. ഷാനവാസിന്റെ ആൾക്കാരുടെ ഭാഗത്തു നിന്നും ശക്തമായ PR ഗ്രൂപ്പുകളുണ്ട്. അതിലിപ്പോൾ അക്ബറിന്റെയൊക്കെ PR സ്ട്രാറ്റജി എന്നൊക്കെ പറയുന്നത് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായ രീതിയിൽ, അതായത് ഞാൻ നോക്കിയപ്പോൾ ഒരു മാസം മുൻപ് പാലസ്തീൻ വിഷയത്തെ പോലും അനുകൂലിച്ചുകൊണ്ട് അക്ബറിന്റെ വൈഫ് ഇട്ടേക്കുന്ന വീഡിയോയൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അത് പാലസ്തീനോടുള്ള സ്നേഹമുണ്ടെന്ന് കാര്യം അടുത്ത നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ. ഈ പാലസ്തീനെ ഉപയോഗിച്ചുകൊണ്ട് കണ്ടന്റ് റീച്ചിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചില സമയത്ത് വളരെ ബുദ്ധിപരമായ തീരുമാനങ്ങൾ അകത്തുനിന്നും പുറത്തുനിന്നും എല്ലാ മത്സരാർത്ഥികളും എടുക്കുന്നുണ്ട്. നാളെ ഒരുപക്ഷെ അനുമോൾ ജയിച്ചാൽ അതൊരു PR ആക്ഷേപത്തിലേക്ക് ചുരുക്കാതെ യാഥാർത്ഥ്യബോധത്തോട് ചിന്തിക്കുക. തൊപ്പിയെപ്പോലെ ഒരാൾ വന്ന് അനീഷിനെ വോട്ട് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് വ്യക്തിബന്ധം കൊണ്ടാവാം, അല്ലെങ്കിൽ സ്നേഹം അടുപ്പമൊക്കെ ഉണ്ടാവാം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അനുമോളോടോ മറ്റേതെങ്കിലും മത്സരാർത്ഥിയോടുള്ള വിരോധം ഉണ്ടാകാം. ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ പണം മേടിച്ചുണ്ടാവാം. കഴിഞ്ഞ വർഷം തൊപ്പി വോട്ട് ചോദിച്ചത് ജിൻഡോയ്ക്ക് വേണ്ടിയായിരുന്നു. ഇവിടെ അഖിൽ മാരാർ ഈ ഒരു പ്രസ്താവന വെച്ചത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സംശയം തോന്നാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അനീഷ് എന്ന് പറഞ്ഞ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് 100 ദിവസമായി കഴിഞ്ഞില്ലേ. അപ്പം ഇത്രയും നാളും ഇല്ലാതിരുന്ന ആ ഒരു വോട്ടിംഗ് സമ്പ്രദായം, അല്ലെങ്കിൽ ആ ഒരു വോട്ട് കൊടുക്കുക എന്നുള്ള പറഞ്ഞുകൊണ്ട് തൊപ്പിയുടെ ലൈവ് ഈ ഒരു 99ാം ദിവസത്തിലായതുകൊണ്ടാണ് ഏറെക്കുറെ എല്ലാവർക്കും സംശയമായത്. അത് അനീഷിനെ വോട്ട് പിടിക്കാൻ വരുന്നു. എന്തായാലും നമ്മുടെ തൊപ്പിക്ക് 1 മില്യണിലധികം ഫോളോവേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ തൊപ്പി അനീഷിന് വോട്ട് കൊടുക്കൂ എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 5 ലക്ഷം വോട്ടെങ്കിലും അനീഷിന് കിട്ടും. തൊപ്പിക്ക് അത്രയും ഫാൻ ബേസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു 99ാം ദിവസം തൊപ്പി വന്ന് അനീഷിന് വേണ്ടിയിട്ട് ലൈവ് ചെയ്തത്, വോട്ട് പിടിക്കാൻ വേണ്ടി ലൈവ് ചെയ്തത്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഡൗട്ട് തോന്നിയത് തൊപ്പി പൈസ മേടിച്ച് ചെയ്തതാണോ എന്നുള്ളത്.
എന്തായാലും നമുക്കറിയാം ഈ ഒരു തൊപ്പി തുടക്കം മുതൽ തന്നെ അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് വോട്ട് ചോദിച്ചു വന്നിരുന്നെങ്കിൽ ഈ ഒരു സംശയം ഇവിടെ ഒരിക്കലും ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ വന്ന് പെട്ടെന്ന് അതായത് 99-ാം ദിവസം വന്ന് അനീഷിന്റെ സപ്പോർട്ടിന് വേണ്ടിയായിട്ട് സംസാരിക്കാൻ വന്നതുകൊണ്ടാണ് ശരിക്കും എല്ലാവർക്കും ഡൗട്ട് തോന്നിയത്. ഏതായാലും അഖിൽ മാരാരുടെ ഈ ഒരു ലൈവിന് തൊപ്പി മറുപടി നൽകുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അതിനൊരു എക്സ്പ്ലനേഷൻ വേണം. ആര് പറഞ്ഞു? PR ടീമിൽ ഒരാളെ പേര് പറയൂ. വിനു എനിക്കറിയാലോ. വിനു ഒന്ന് കോൾ ആഡ് ചെയ്ത്. വിനു ഒന്ന് ഒരു മിനിറ്റ്. എന്താ വിനു നിങ്ങളോട് പറഞ്ഞു ഞാൻ പൈസ വാങ്ങിയത് ജിൻഡോന്റെ PR ചെയ്യാൻ വേണ്ടി ഞാൻ പൈസ വാങ്ങിയത് വിനു പറഞ്ഞു. ആവശ്യമില്ലാത്ത കാര്യമല്ല നിങ്ങൾ പറഞ്ഞത്. ഞാൻ ബിഗ് ബോസ് കാണാറുണ്ടോ? നീ നോക്കേണ്ട കാര്യമല്ലോടാ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ. നീ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പൈസ വാങ്ങി പറഞ്ഞു? വിനു എന്താ എന്ത് ഞാൻ എന്നെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞതിന്റെ തെളിവ് ചോദിക്കാനാണ് വിളിച്ചത്. ഞാൻ പനിയായിട്ട് നീ വീഡിയോ ഇട്ടല്ലോ. അനുമോൾക്കുള്ള PR നല്ല വൃത്തിയായിട്ട് ചെയ്തല്ലോ. പനിയാണെങ്കിൽ അത് ചെയ്യാം. ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റില്ല. എന്റെ ലൈവ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല എന്നാണോ? അല്ല നീ എന്താ പിന്നെ ഇത് അനുമോളെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഫേസ് കാണിക്കാൻ പറ്റുന്ന നിനക്ക് എന്റെ ലൈവിൽ എന്തുകൊണ്ട് ഫേസ് കാണിക്കാൻ പറ്റില്ല? നീ കിടക്കുകയോ ഇരിക്കുകയോ നീ എന്തേലും ചെയ്യും. നീ ഇതിനുള്ള ഒരു തെളിവ് തന്നിട്ട് പോയാൽ മതി. ഓൻ പറഞ്ഞതാണോ നിന്റെ തെളിവ്? ഈ വിനു ആരാ? വിനു ചിലപ്പോൾ നിന്റെ ഫ്രണ്ട് ആയിരിക്കും. ഈ വിനു ആരാ? വിനു പറയുന്നതാണോ തെളിവ് നിന്റെ? പൈസ മേടിക്കുന്നത് നീ കണ്ടോ? എടാ പൈസ മേടിക്കുന്ന നീ കണ്ടോ? നിന്റെ തെളിവുണ്ടോടാ? നിന്റെ തെളിവുണ്ടോ? എങ്ങനെ ഗെയിം മൊമെന്റോ? അതിന്റെ ആവശ്യം എന്താ? അനുമോളിൽ നീ PR ചെയ്യുന്ന പോലെ എനിക്ക് PR ചെയ്യേണ്ട കാര്യമില്ല. അഖിലെ ഒന്നാമത്തെ കാര്യം ഞാൻ ബിഗ് ബോസ് 100 ദിവസം അല്ലല്ല ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്കടാ. ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്കടാ. വാപ്പ നിന്റെ തന്തയാണ് ഞാൻ വിളിച്ചത്. നീ എന്താ വാപ്പാക്കളും പറയുന്നത്? നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ. അഖിലെ നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ? എന്ത് സ്റ്റാൻഡേർഡാണ് നിനക്കുള്ളത്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഒരാൾ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോൾ അയാളെ തന്തക്ക് വിളിക്കലാണോ നിന്റെ മാന്യത? ഇതാണോ നിന്റെ സ്റ്റാൻഡേർഡ്? തോക്കുമ്പോൾ തന്തക്ക് വിളിക്കലാണോ നിന്റെ സ്റ്റാൻഡേർഡ്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്ന വലിയ കൊണാണ്ടാണല്ലോ. നീ എന്താ മാന്യമായിട്ട് തിരിച്ച് സംസാരിക്കരുത്? മൊത്തമായിട്ട് കേട്ടു. നീ പറഞ്ഞ ഞാൻ എന്തായാലും ഇവിടെ അഖിൽ മാരാർ ലൈവിൽ തന്നെ പറയുന്നു വിനു പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷേ ഇവിടെ തൊപ്പി നിഷേധിക്കുകയാണ് ജിൻഡോയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടില്ല എന്നുള്ള. എന്തായാലും ഇതിനും ബദലായിട്ട് നമ്മുടെ തൊപ്പി ഓൺ ദ സ്പോട്ടിൽ തന്നെ വിനു എന്ന വ്യക്തിയെ വിളിക്കുകയും ആ ഒരു ലൈവിൽ തന്നെ കാണിക്കുന്നുണ്ട്. അത് ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. ഹലോ വിനു ബ്രോ, തൊപ്പിയാണ്. അഖിൽ മാരാറിന്റെ ഒരു വീഡിയോ കണ്ടിരുന്നോ? ഞാൻ കഴിഞ്ഞ പോലെ ജിൻഡോക്ക് വേണ്ടിട്ട് PR ചെയ്തത്. ഇൻഫ്ലുവൻസേഴ്സോ? അതൊന്നുമല്ല. അഖിൽ മാരാർ പറയുന്നത് ഞാൻ ജിൻഡോക്ക് വേണ്ടി കഴിഞ്ഞ കൊല്ലം വോട്ട് ചോദിച്ചത് ജിൻഡോന്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിയിട്ടാണ് വോട്ട് ചോദിച്ചതെന്ന് പറഞ്ഞു. അതിന്റെ തെളിവ് എന്താണെന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞു. വിനു പറഞ്ഞു എന്ന് പറഞ്ഞു. അതിനെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? കേട്ടല്ലോ. തൊപ്പിന്റെ ലൈവിൽ ജിൻഡോ അതിനുശേഷം ജയിച്ചതിന് ശേഷം ജിൻഡോ എന്റെ ലൈവിലേക്ക് വന്നു. ഓക്കെ 10 പൈസ ആ ഗസ്റ്റ് ആയിട്ട് വരുമ്പോൾ വിനു ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഞാൻ എപ്പോഴാണ് നിന്നെ ആദ്യമായിട്ട് കാണുന്നത്? ജിൻഡോ ആ ലൈവിൽ എന്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുന്നത്. അച്ഛാ ആണല്ലോ. അഖില് പറഞ്ഞത് അത് നിങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചത് സോർട്ട് ചെയ്തോ? അഖില് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് വിനു പറഞ്ഞു തൊപ്പി പൈസ വാങ്ങിയതാ. അല്ലല്ല അത് കഴിഞ്ഞിട്ട് പറഞ്ഞു വിനു ബ്രോ. അത് കഴിഞ്ഞിട്ട് ക്ലിയർ ആയിട്ട് അഖിൽ മാരാർ പറഞ്ഞു കഴിഞ്ഞ കൊല്ലം ജിൻഡോനെ ആ തൊപ്പി സപ്പോർട്ട് ചെയ്തിരുന്നു. എന്റെ പേഴ്സണൽ ബന്ധങ്ങൾ വെച്ച് ഞാൻ അറിഞ്ഞ കാര്യം അത് പൈസ വാങ്ങിയിട്ട് തൊപ്പി ചെയ്തതാണ്. ഇങ്ങനെ പറഞ്ഞു. അത് നിങ്ങൾ അങ്ങോട്ട് അഖില് നിന്റെ പേരാന്ന് പറയുന്നത്. അഖില് പറയുന്നത് വിനു ആണ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ പറയുന്നത്. അത് നിങ്ങൾ അങ്ങോട്ട് വിളിച്ച് കേട്ടല്ലോ. ഈ അഖിൽ ഒന്നെങ്കിൽ ഞാൻ പറയാം അഖിൽ മാരാർ രക്ഷപ്പെടാൻ വേണ്ടി എന്നോട് ഇപ്പൊ കളവ് പറഞ്ഞത്. അഖിൽ മാരാർ ഇത് എക്സ്പോസ്ഡ് എല്ലാവരും പറയുന്നുണ്ട്. ഇത് എനിക്കൊരു അനീഷ് ജയിക്കണം എന്നുള്ള എന്റെ വാശിയാണ്. ഈ അഖിൽ മാരാർ സപ്പോർട്ട് ചെയ്യുന്ന അനുമോള് ജയിക്കുമോ, തൊപ്പി സപ്പോർട്ട് ചെയ്യുന്ന അനീഷ് ജയിക്കുമോ നമുക്ക് ഇനി ഒന്ന് കാണാം. ഇത് വാശിന്റെ ഇത് എന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഞാൻ കാര്യമില്ല. കള്ളത്തരം, പച്ച കള്ളത്തരം അഖിൽ മാരാർ എന്തിനു വന്നിട്ട് പറഞ്ഞു. അപ്പൊ ഇതാണ് സംഭവം നടന്നിരിക്കുന്നത്. എന്തായാലും BB ഹൗസിൽ നടക്കുന്നത് പോലെ തന്നെ ഒരു അടി പുറത്തും നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ അത്രയ്ക്ക് ക്രേസ് ആയിട്ട് നിൽക്കുകയാണല്ലേ ഈ ഒരു ബിഗ് ബോസ് പരിപാടി എന്ന് പറയും. ബിഗ് ബോസ് മാത്രമല്ല ഇതുപോലെ ജനങ്ങൾ ആകാംക്ഷയോട് കാണുന്ന എല്ലാ പരിപാടികൾക്കും ഇതുപോലെ തന്നെ ക്രേസ് ആയിട്ട് നിൽക്കുകയാണ്. എന്തായാലും ഇന്ന് നമ്മുടെ ഗ്രാൻഡ് ഫിനാലെയാണ്. അത് കുറച്ച് റിപ്പോർട്ടുകൾ പുറത്ത് വന്നതിന് പ്രകാരം നോക്കുകയാണെങ്കിൽ നമ്മുടെ അനുമോളാണ് കപ്പ് തൂക്കിയിരിക്കുന്നത് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അതായത് 1-ാം സ്ഥാനത്ത് അനുമോളാണ്, 2-ാം സ്ഥാനത്ത് അക്ബറും 3-ാം സ്ഥാനത്ത് അനീഷാണ് എന്നാണ്
നിലവിൽ വരുന്ന വാർത്ത എന്ന് പറയുന്നത് 4ാം സ്ഥാനത്ത് ഷാനവാസും അതുപോലെ 5ാമത് നെവിനാണ്. ഇവിടെ 1 അനുമോള്, ഓക്കെ, നമ്മൾ വിചാരിച്ചതാണ് അനുമോൾ അല്ലെങ്കിൽ അനീഷ് തന്നെയായിരിക്കും 1ാം സ്ഥാനത്ത് എത്തുന്നത്. പക്ഷെ 2ാം സ്ഥാനവും മറികടന്നിട്ട് 3ാം സ്ഥാനത്താണ് നമ്മുടെ അനീഷ് വന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. പക്ഷെ അത് വന്നപ്പോൾ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് അക്ബർ 2ാം സ്ഥാനത്ത് എത്തി എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി അറിഞ്ഞതാണ്. അക്ബറിന്റെ PR വർക്കുകൾ നമ്മൾ അറിഞ്ഞതാണ്. അതായത് ഹിന്ദി ബിഗ് ബോസിൽ നിന്നും അക്ബർ ഓരോ ദിവസവും ഒരു 80,000 വരെ വോട്ട് മറിക്കുന്നുണ്ട് എന്നാണ് പുറത്തറിയാൻ സാധിക്കുന്നത്. അപ്പൊ കേരളത്തിൽ മിനിമം അക്ബറിന് ഒരു ദിവസമെങ്കിലും 10,000 25,000 വോട്ട് അക്ബറിന് കിട്ടും. കാരണം അക്ബറിനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ നമ്മുടെ കേരളത്തിൽ ഉണ്ടല്ലോ. ഈ ഒരു അക്ബറിന് ഹിന്ദി ബിഗ് ബോസിൽ നിന്നും 8,000 വോട്ട് ഒരു ദിവസം കിട്ടുമ്പോൾ ഒന്ന് നോക്കിക്കേ അക്ബറിന്റെ ഗ്രാഫ് എങ്ങനെ ഉയരുന്നു എന്നത്. ഇതിനിടയിൽ അക്ബറാണ് വിന്നർ എന്നുള്ള പറയുന്നവരുമുണ്ട്. എന്നാലും അക്ബറിനെക്കാളും ഏറെ മുന്നിലാണ് നമ്മുടെ അനുമോൾ. അതുകൊണ്ട് തന്നെയാണ് അനുമോൾ കപ്പ് ഉയർത്തിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ 3ാം സ്ഥാനത്തേക്കാണ് അനീഷ് എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഞെട്ടിക്കുന്നു എന്ന് തന്നെയാണ്. എന്തായാലും നമ്മുടെ ബിഗ് ബോസും അതുപോലെ ലാലേട്ടനും പറഞ്ഞ എന്താണ്, വ്യാജ വോട്ടുകളൊന്നും ഇവിടെ എടുക്കത്തില്ല എന്നത്. അങ്ങനെ ഒരു കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഹിന്ദി ബിഗ് ബോസും അതുപോലെ ആന്ധ്ര ബിഗ് ബോസിൽ നിന്നൊക്കെ വരുന്ന വോട്ടുകൾ ഞങ്ങൾ എടുക്കൂല എന്നുള്ളത് ലാലേട്ടനും കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുവാണെങ്കിൽ ആ കാരണം അത് ശരിയാണെങ്കിൽ ഈ ഒരു സ്ഥാനം മറിയും അല്ലെ, അനീഷിന് 2ാം സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യതയും ഉണ്ട്. അല്ലാത്ത പക്ഷം ഈ ഒരു ഹിന്ദി ബിഗ് ബോസിന്റെ വോട്ട് കൂടി കൂട്ടുകയാണെങ്കിൽ അക്ബറിനായിരിക്കും 2ാം സ്ഥാനം കിട്ടുക. അപ്പൊ എന്തായാലും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ മത്സരാർത്ഥികളാണ് ഈ ഒരു സീസണിൽ വന്നിരിക്കുന്നത്. സംഭവം നമ്മൾ ആദ്യം മുതലേ അത് അനുമോളും അനീഷ് എന്നുള്ള കാറ്റഗറി തന്നെയാണ് എടുത്തുകൊണ്ടിരുന്നെങ്കിൽ പിന്നീട് ഈ ഒരു അക്ബറിന്റെ ഈ ഒരു ഹിന്ദി ബിഗ് ബോസിലുള്ള വോട്ട് മറിയാനുള്ള സാധ്യത ഏറെയാണ്. എന്തായാലും ഈ ഒരു കണക്കിനാണ് പോകുന്നതെങ്കിൽ 3ാം സ്ഥാനത്തായിരിക്കും നമ്മുടെ അനീഷ് വരുന്നതും 2ാം സ്ഥാനം അക്ബറും 1ാം സ്ഥാനം നമ്മുടെ അനുമോൾ തന്നെയായിരിക്കും. അപ്പൊ എന്തായാലും ലാലേട്ടൻ പറയുന്നത് പോലെ തന്നെ ഈ ഒരു ഹിന്ദി ബിഗ് ബോസിന്റെ വോട്ട് സ്വീകരിച്ചില്ല എങ്കിൽ അനീഷിന് 2ാം സ്ഥാനത്ത് എത്താനും സാധ്യതയുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ഒരു വോട്ടിംഗ് സിസ്റ്റം അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു 7 മണിക്ക് തുടങ്ങുന്ന ഗ്രാൻഡ് ഫിനാലെ ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ യഥാർത്ഥ വിന്നർ ആരാണെന്നുള്ളത് അറിയാൻ സാധിക്കും. ഏകദേശം ഈ ഒരു കണക്കിനാണ് പോകുന്നതെങ്കിൽ ഇത് തന്നെയായിരിക്കും ഈ ഒരു ടോപ്പ് 5 എത്തിയ ആളുകൾ എന്ന് പറയുന്നത്.